ഇതാണ് നമ്മുടെ ഫാമിലി. ഇന്ന് സ്റ്റോറി വല്യമ്മയുടെ മക്കളാണ് വല്യമ്മയുടെ മൂത്ത മോനാണ് ഞാൻ. മൂത്ത വല്യമ്മയുടെ അതെ, അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ട തൻ്റെ പെങ്ങളെ കാണാൻ വേണ്ടി വന്ന ആങ്ങളമാർക്കൊരു ഗംഭീര വിരുന്ന് തന്നെ കൊടുക്കണ്ടേ. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ പറമ്പിൻ്റെ അവിടെ പോയിട്ട് നല്ലൊരു ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അങ്ങ് ആഘോഷിച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമ്മുടെ പറമ്പിൻ്റെ താഴെ നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പാറക്കെട്ടുകളും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം വറ്റി കിടക്കുകയാണ്. മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അവസരത്തിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വൈകുന്നേരമാണ് ബാർബിക്യൂ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് തന്നെ നല്ല എല്ലും കപ്പിയൊക്കെ കഴിച്ച് വയറൊക്കെ ഡമ്മാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോഴേക്കും കണ്ടില്ലേ നമ്മുടെ സോറോക്കൂട്ടം മണം അടിച്ചിട്ട് സഹിക്കാൻ വയ്യാതെ അമ്മയുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ ബാർബിക്യൂവിന് വേണ്ടിയിട്ടുള്ള തീയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തു. ശരിക്കും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ബാർബിക്യൂ ഒക്കെ ലൈവായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ സംഭവങ്ങൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല കൂട്ടാണ്. അങ്ങനെ നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രില്ലിൽ വെച്ച് റെഡിയാക്കുകയാണ്. അടിപൊളിയായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ത്രില്ല്. എന്നിട്ട് നമ്മൾ റീലെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഈ മണം അടിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ തീറ്റ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളി ഡാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്തൊക്കെ ലൈഫിലെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ കളർഫുൾ ആക്കാനായിട്ട് നോക്കാം കേട്ടോ നിങ്ങൾ ലൈഫിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.